ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരുപാട് തുളസി നിൽപ്പുണ്ട്. അപ്പോൾ തുളസിയിൽ ഇതുപോലെ പൂക്കളുണ്ടാകും കേട്ടോ. അതിൻ്റെ പൂ ഇങ്ങനെ വളർന്ന് വരുമ്പോൾ തന്നെ ഇത് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല ബുഷിയായിട്ട് നമുക്ക് തുളസി വളർത്തിയെടുക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പം നമുക്ക് എന്തായാലും ഇതൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കാം. സോ ഗൈസ്, നമ്മളിതാ ഇത്രയും പോർഷൻസ് വളർന്നു വന്ന ആ പൂ ഫുള്ള് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ തൊട്ടേ ഇതിങ്ങനെ കട്ട് ചെയ്ത് കളയും കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ നല്ല തിക്കായിട്ട് ഇത് വളർന്നു നിൽക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് കണ്ടാൽ മനസ്സിലാവും, ഇങ്ങനെ പൂവൊക്കെ വളർന്നു നിൽക്കുന്ന തുളസിയാണെങ്കിൽ പെട്ടെന്ന് ഇല കാണാണ്ട് പൂ മാത്രമായിട്ട് ഇങ്ങനെ നിൽക്കും. എന്നിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും പെട്ടെന്ന് അതങ്ങ് ഉണങ്ങിപ്പോകുന്നതായിരിക്കും നമ്മൾ കാണുന്നത്. പക്ഷേ ഇങ്ങനെ നിങ്ങൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് വളർന്നു വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും നല്ല കാണാൻ തന്നെ ഒരു ഭംഗിയല്ലേ, ഇങ്ങനെ നന്നായിട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ നിർത്തുന്ന കാണുമ്പം നമ്മളിതിന് ഫുള്ള് നമ്മൾ ആദ്യമേ ഇതിൻ്റെ പൂവെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തു. ഇനിയിപ്പം ഒരു ഭംഗിക്ക് വേണ്ടി നമ്മളിതിനെ ഒന്ന് ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കാൻ പോകണം കേട്ടോ. അപ്പം അതുകൂടെ കട്ട് ചെയ്ത് സെറ്റാക്കാം. അപ്പോൾ കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ്. അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, തുളസിക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ്. അപ്പോൾ വീട്ടിലൊക്കെ എല്ലാവരും നട്ട് വളർത്തുക. അപ്പോൾ ഇതുപോലൊക്കെ ചെയ്ത് കൊടുക്കുക. അപ്പം നല്ല രീതിയിൽ അത് വളർന്നു വരുന്നതായിരിക്കും. അമ്മ ഇതിന് പ്രത്യേകിച്ച് വളം വല്ലതും ഇട്ട് കൊടുക്കുന്നുണ്ടോ? നല്ല വെയിൽ മാത്രം കിട്ടിയാൽ മതി. പ്രത്യേകിച്ച് വളമോ കാര്യങ്ങളോ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ഈ ഒരു കാര്യം മാത്രം ചെയ്ത് കഴിഞ്ഞാൽ ഇത് അടിപൊളിയായിട്ട് വീട്ടിൽ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ പലരും പറയുമായിരിക്കും, ഇപ്പം ഇത് കട്ട് ചെയ്ത് കൊടുക്കരുത്, അല്ലെങ്കിൽ സിസറൊക്കെ തൊട്ട് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ഉണങ്ങിപ്പോകും എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാർ കാണും. കുറേ വർഷങ്ങളായിട്ട് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇതിന് ഇതുവരെ ഒരു പ്രശ്നങ്ങളും വന്നിട്ടില്ല. അങ്ങനെ തുളസിയുടെ ആ ഒരു ടൈം വരെ അത് കാണും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നോർമലി അതങ്ങ് പോവും. അല്ലാണ്ട് അതിൻ്റെ ആ ഒരു ടൈം വരെ നമുക്കതിനെ നല്ല രീതിക്ക് നോക്കി ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഈ സിസറ് വെച്ചെന്നും പറഞ്ഞുകൊണ്ട് ഇതൊന്നും ഉണങ്ങി പോകുമൊന്നുമില്ല. ആ കാര്യത്തിലോർത്ത് പേടിക്കേണ്ട. കാരണം ഞങ്ങൾ വർഷങ്ങളോളം ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് ഓൾസോ നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ ബൈ.